ദൈവകൃപയാലും ദൈവകൃപയാലും എ എന്ന മഹത്തായ പ്രസ്ഥാനത്തിലായതിനാലും ഇന്നേ ദിവസം മദ്യം കഴിച്ചിട്ടില്ല. എൻ്റെ പേര് രാജീവൻ. ഹായ് രാജീവേട്ടാ, ഹായ് രാജീവേട്ടാ, ഹായ്. ഹായ്. ഏതായാലും ഇന്നേക്ക് 17 കൊല്ലവും 3 മാസവുമായി മദ്യത്തെ മാറി നിന്നിട്ട് ഏതായാലും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. രാമേന്ദ്രനാട്ടൻ കുറേ പ്രാവശ്യമായി എന്നോട് പറയുന്നത്, പക്ഷേ പലപ്പോഴും എനിക്ക് പല അസൗകര്യങ്ങളുണ്ടായി. പിന്നെ എനിക്ക് വിഷയം അങ്ങനെ ഇപ്പൊ കുറേ ആയിട്ട് സംസാരിക്കലൊന്നുമില്ല. എനിക്ക് കുറേ ആയിട്ട് ഇതിൽ നിന്ന് പിറകോട്ട് നിൽക്കലാണ്. പക്ഷേ മീറ്റിങ്ങിൽ കൃത്യമായിട്ട് എല്ലാ ആഴ്ചക്ക് ഒരു 3 മീറ്റിംഗെങ്കിലും ഞാൻ നിരന്തരമായി യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നും അറിയാതെ കൂട്ടർക്ക് വിഷയമൊന്നും പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് രാമേന്ദ്രനാട്ടോട് ഞാൻ പറഞ്ഞു ആത്മീയമായിട്ടുള്ള വിഷയം വെച്ചോന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് വെച്ചാണ് ഇതിനകത്ത് ഇരിക്കുന്ന പലരും അത്രയും അറിവുള്ള ഒരാളൊന്നും അല്ല, എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാലും ചില കാര്യങ്ങൾ എൻ്റെ ഈ 17 കൊല്ലത്തെ എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് മനസ്സിലായ ആത്മീയത എന്ന വാക്കിൻ്റെ ഞാൻ മനസ്സിലാക്കിയ മീനിങ്ങിലൂടെ, അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം. ഓരോ ആളുകളും ആത്മീയത എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. അത് പണ്ടേ നമ്മുടെ മതങ്ങളും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും ഒരു വല്ലാത്തൊരു എന്താ ഇതിന് പറയാം, അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആത്മീയത, ദൈവികത, ഭൗതികത എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് ആത്മീയതയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയേറെ സ്വഭാവ വൈകല്യമുള്ളിയും അതുപോലെ തന്നെ കള്ളുകൂടിൻ്റെ അകത്താണെങ്കിൽ വളരെ അവസാനം ഞാൻ 47-ാമത്തെ വയസ്സിലാണ് ആൽക്കഹോളിസ്റ്റ് അനോണിമസിനെ കണ്ടുമുട്ടിയത്. അതുവരെ ഏകദേശം 30 കൊല്ലം, അതിൻ്റെ അകത്ത് 15 കൊല്ലം മദ്യാസക്തൻ എന്ന് പറഞ്ഞാൽ അതിമദ്യാസക്തനായി ജീവിച്ചൊരു വ്യക്തിയാണ്. ഒരു തരത്തിലുള്ള എന്താ പറയണ്ടേ, ഒരു ഗുണവുമില്ലാത്ത മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള എല്ലാ ഗുണവും നഷ്ടപ്പെട്ട് ഒരു മൃതദേഹം, അല്ലെങ്കിൽ പണ്ടാരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്ന മൃതദേഹം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്ന അവസ്ഥയിലായ ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ വലിയൊരു ദൈവവിശ്വാസിയൊന്നുമല്ല. പക്ഷെ ഞാനും ഇപ്പം ദൈവികത അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് എയെ കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതം എന്ന് പറയുന്നത്, ആ മീറ്റിങ്ങിൽ, ആ കാലഘട്ടത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തി ഷെയർ ചെയ്യും, മദ്യാസക്തി എന്ന് പറയുന്ന രോഗം എന്നൊരു വാക്ക് ഞാൻ കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ മദ്യത്തെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എന്താണ് എനിക്ക് മദ്യം നിർത്താൻ പറ്റാത്തത് എന്നൊക്കെ ഞാൻ പല പ്രാവശ്യം എത്രയോ കൊല്ലങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ മറ്റു പ്രശ്നങ്ങൾ എല്ലാം മദ്യമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. പക്ഷെ ആ മദ്യാസക്തി ഒരു രോഗമാണ് എന്ന് ഉള്ളൊരു വാക്ക് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ അന്ന് എൻ്റെ ഉള്ളിൽ ഒരു അത്ഭുതം നടന്നിരിക്കും. അതെന്താണെന്ന് എനിക്ക് നിങ്ങളോട് വിവരിക്കാൻ കഴിയില്ല. അതെൻ്റെ ഉള്ളിൽ, അതിനാണ് ഞാൻ ആത്മീയമായിട്ടുള്ള ഒരു ഒരു എന്താ പറയണ്ട, ഒരു അനുഭവം എന്ന് ഞാൻ പറയുന്നത്. ഒരു ആത്മീയ അനുഭവം ആ ഒരൊറ്റ വാക്കിൻ്റെ അകത്തുനിന്നാണ്. വേറെ അതിൻ്റെ അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. എൻ്റെ ജീവിതത്തിൽ അയാൾ അത് പറയുമ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടിയിരിക്കുന്നു. എൻ്റെ ഉള്ളിൽ, എൻ്റെ ആത്മാവിൽ ഞാൻ തേടിക്കൊണ്ടേയിരിക്കുന്ന, ഞാൻ ഇതുകൊണ്ടാണ് എൻ്റെ പ്രശ്നം എന്ന് എൻ്റെ ഉള്ളിൽ അത് അത്ഭുതം സംഭവിപ്പിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ട്. ആ 17 കൊല്ലം 3 മാസം മുമ്പേ ഞാൻ ആ മീറ്റിങ്ങിൽ ഇരുന്നത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ പിന്നീട് അത് കേട്ട നിമിഷം മുതൽ ഞാൻ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നതിന് എനക്കെന്തോ എന്താ പറയുക, പെട്ടെന്ന് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ഒരു മാനസിക രോഗം വന്നെന്ന് തോന്നിപ്പോയി. എനിക്ക് അത്രയും സന്തോഷമാണ്. എൻ്റെ ഉള്ളിൻ്റെ ആത്മാവിൽ നിന്ന് വരുന്നൊരു സന്തോഷമാണ്. കാരണം എനിക്കെന്തോ കിട്ടിയിരിക്കുന്നു എന്നൊരു തോന്നൽ. അത് പിന്നീട് അന്നൊന്നും കണ്ണൂർ ഡെയിലി മീറ്റിംഗ് ഒന്നുമില്ല. ഒരു ഞായറാഴ്ച മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞായറാഴ്ചയാണ് മീറ്റിംഗ്. ഞാൻ പിറ്റേത്തെ ഞായറാഴ്ചക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ആ ഒരാഴ്ച ഞാൻ ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. വീട്ടിലിരുന്നിട്ട് പിറ്റേ ദിവസം 3 മണിക്ക് വേണ്ടുന്ന മീറ്റിങ്ങിന് 1 മണിക്ക് കണ്ണൂരെത്തി ആ സ്കൂളിന്റെ കണ്ടിക്ക് ഞാൻ അവിടെ പോയിരുന്നതാണ് ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. എൻ്റെ ഉള്ളിൽ സന്തോഷം കൊണ്ടുള്ള എന്താ പറയണ്ടേ, എൻ്റെ എല്ലാ ക്ഷീണം, ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് ആ മീറ്റിങ്ങിന് വരുന്നത് എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ല. എനിക്ക് ഒന്നും തിരിയുന്നില്ല, തലയിൽ നിന്നും വന്നാറിന്റെ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ
മീറ്റിംഗ് സ്കൂളിന്റെ പുറത്ത് ആ ഗേറ്റ് പിടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ പോയ ഒരു വ്യക്തിയാണ്. ഉറങ്ങാൻ പറ്റില്ല. എത്രയോ ദിവസങ്ങളായിട്ട് ഞാൻ ഉറങ്ങാറില്ല, ഭക്ഷണം കഴിക്കാറില്ല. പക്ഷെ അന്നത്തെ ആ ഒരു ദിവസം ഞാൻ അവിടുന്ന് കടന്നുപോയ ഞാൻ സാധാരണ ഉറങ്ങൂല, എന്നാലും എപ്പോഴെങ്കിലും ഉറക്കം കിട്ടിയ 3 മണിക്കോ 2 മണിക്കോ ഉറക്കം കിട്ടും. പിന്നെ ഉറങ്ങൂല, പിന്നെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. ഞാൻ അന്ന് പിറ്റേ ദിവസം രാവിലെ 8 മണിക്കാണ് ഉറങ്ങിണീച്ചത്. രാത്രി 9 മണിക്ക് കിടന്നിട്ട് ഒരൊറ്റ ഉറക്കാണ്. ശരിക്കും പറഞ്ഞ എന്തോ ഒരു നിർവൃതി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എൻ്റെ എന്തെല്ലോ പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളുണ്ട്, അതിലെന്തൊക്കെയോ അതിൽ കുറച്ചൊക്കെ മാറ്റം വന്നു. ആ ഒരാഴ്ച കഴിയുമ്പോഴേക്കാണ് ഞാൻ ഒരു എനർജി എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഞാൻ അതിനെ പറയുന്നത് ഒരു ആത്മീയ അനുഭവം എന്നാണ്. അതിന് വേറെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നോ എങ്ങനെ സംഭവിച്ചു എന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ചില വാക്കുകൾ, ചില ആളുകളുടെ രീതികൾ, ചില ആളുകളുടെ ഒരു കൈപിടുത്തം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മൂപ്പർ കെട്ടിപ്പിടിക്കുക. ഒരു പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കുക. ആ കെട്ടിപ്പിടുത്തത്തിൻ്റെ അകത്ത് തന്നെ അയാൾ അലിഞ്ഞു പോകും. അങ്ങനെയാണ് ഒരു ശക്തിയാണ്. ആത്മീയത എന്ന് പറയുന്നത് പലതരത്തിലാണ്. അത് നമ്മുടെ ഉള്ളിലേക്ക് സ്നേഹമായിട്ടോ അറിവായിട്ടോ ഏതെങ്കിലും തരത്തിൽ അത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാനുള്ള പ്രേരണ ഉണ്ടാക്കും. പ്രേരണ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മദ്യാസക്തൻ മദ്യം കഴിക്കുന്നത് എങ്ങനെയാണ്? കുടിക്കാനുള്ള പ്രേരണ കൊണ്ടാണ്. അയാള് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും അയാൾ ഉൾപ്രേരണ അയാളെ നിർബന്ധിച്ച് കുടിപ്പിച്ച് കളയും. അതുപോലെ തന്നെ എന്ത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ ഉണ്ടാക്കും ഈ ഒരു അറിവ്, നല്ലൊരു അറിവ്. ഞാൻ ഏയിലുള്ള നമ്മളെ കണ്ണൂരൊക്കെ വന്ന ചില ആളുകളോടൊക്കെ, നമ്മൾ ആദ്യമായിട്ട് വന്ന ആളുകളോട് ഞാൻ പിറ്റേന്ന് രാവിലെയൊക്കെ വിളിച്ചു ചോദിക്കും, എന്തുണ്ട്, എങ്ങനെയുണ്ട്, എന്താ ഇന്നലെ വന്നിട്ട് തോന്നിയെന്നൊക്കെ പറയും. ഒരാൾ എന്നോട് പറഞ്ഞ വാക്കുണ്ട്, എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോയ പോലെ ഉണ്ട് രാജുവേട്ടൻ. മറ്റൊരാൾ പറഞ്ഞത്, എൻ്റെ ശരീരത്തിൽ എന്തോ കയറിയിട്ടുണ്ട്. ഞാൻ വളരെ സന്തോഷവാനാണ്. ഇങ്ങനെയാണ് ഓരോരാൾക്കും അനുഭവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ തരത്തിലാണ്. അത് അവരനുഭവിക്കുന്നതാണ്. ആത്മീയത എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആത്മീയ അനുഭവം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിൽ ഓരോ സമയത്ത്. ചിലപ്പോൾ എല്ലാവർക്കും ആദ്യത്തെ ദിവസം കിട്ടണമെന്നോ ഒന്നുമില്ല. നമ്മളെ പറയുന്നത് പോലെ ഒരു 90 മീറ്റിംഗ് എങ്കിലും പങ്കെടുക്കണം എന്ന് പറയുന്നത്, ഞാൻ വിചാരിക്കുന്നത് അതിലെപ്പോഴെങ്കിലും ഇത് നടക്കും. എപ്പോഴെങ്കിലും ഈ ഒരു അനുഭവം അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ആൽക്കഹോളിക്. എത്രയോ ആളുകൾ വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട്. പക്ഷെ ചില ആളുകൾ ഇതിൻ്റെ അകത്ത് തങ്ങി അവർക്ക് എന്തോ കിട്ടുന്നുണ്ട്, അത്രയേ പറയാൻ പറ്റൂ. അതെന്താണെന്ന് നമുക്ക് വിവരിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആൽക്കഹോളിക് അനോണിമസ് എന്ന് ആദ്യമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന അത്ര വരെ എനിക്കൊക്കെ അറിയാം. കണ്ണൂരിൽ ട്രീറ്റ്മെന്റ് 3, 4, 5, 6 ട്രീറ്റ്മെന്റിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് വന്നിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കഴിഞ്ഞ ആളുകൾ അവിടെ വന്നിട്ട് പിന്നീട് എയിൽ വന്നിട്ട് പിന്നെ കുടിച്ചിട്ടില്ല. ഇപ്പം 12 കൊല്ലം 13 വരെ ആളൊക്കെ ഉണ്ട് അവിടെ. അതെന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ആത്മീയമായ ഒരു അറിവ് എങ്ങനെയോ, അതാരെയും മറ്റുള്ള ആളുകളുടെ ഇത് എന്താണ് അതിന് ഒരു വ്യക്തമായ ഒരു വാക്കുകൾ ഞങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അനുഭവം അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ ആത്മീയത എന്ന് പറയുന്ന വാക്കിന് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന വഴികൾ അങ്ങനെയാണ്. പിന്നീട് ഞാൻ എയിലെ സ്ഥിരമായി യാത്ര ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വളരെ ലളിതമാണ്. ഒന്നാമത്തെ ആൽക്കഹോളിക് അനോണിമസിനെ പറ്റി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് വളരെ ലളിതമാണ്. ഇത് നമ്മളിൽ സംഭവിക്കേണ്ടതാണ്. ഇതിനെ അതിഭീകരമായിട്ടൊന്നും കാണേണ്ട ഒരു കാര്യമില്ല. നമുക്ക് മനസ്സിലാവാത്തതൊന്നും ഇതില്ല. പോകെ പക്ഷെ പെട്ടെന്ന് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒരു 6 മാസം കൊണ്ടോ ഒന്നും ആവണ്ട. പക്ഷെ അനുഭവങ്ങളിലൂടെ അയാൾ ഈ ഒരു മധുവിധു കാലഘട്ടം ഉണ്ടല്ലോ, അതിലൊന്നിൻ്റെ വളരെ ലളിതമാണ്. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തിൽ ഇതിൽ പറയുന്നത് പോലെ പിന്നെ മദ്യം നിർത്തണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഇതിന് വേണ്ടുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോ ആർക്കും, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കും ഒന്നും അറിയാത്ത ഒരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിനകത്ത് വരാന്ന് പറയുമ്പോൾ അത് അത്രയും സിമ്പിൾ ആയതുകൊണ്ട് തന്നെയാണ്. അത്രയും സിമ്പിളാണ്. ആ സിമ്പിളായിട്ട് തന്നെ ഇതിനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇതിന്റെ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകാതെ വളരെ സിമ്പിളായിട്ട് ഇതിനെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെതായ അറിവ്, നിരന്തരം മീറ്റിങ്ങിലൂടെയുള്ള മറ്റുള്ള ആളുകളുടെ അനുഭവത്തിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ, അത് ഏതെങ്കിലും ഒരു സമയത്ത്, എല്ലാവർക്കും ഒരേ സമയത്തൊന്നും സംഭവിക്കുന്ന ഒരു കാര്യമല്ല ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം അത് ഓരോ വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. വ്യക്തിയുടെ അറിവിനും വ്യക്തിയുടെ ശ്രദ്ധക്കും വ്യക്തിയുടെ മറ്റനുഭവങ്ങളുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ജീവിതത്തിൽ, എൻ്റെയൊക്കെ ജീവിതത്തിൽ മാറ്റം ഞാൻ ആദ്യമായിട്ട്
സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞത് ആ ആ ആ ആ തരത്തിലുള്ള ഒരു സന്തോഷം അന്നാണ് ഉണ്ടായത്. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ മീറ്റിങ്ങുകളിലൂടെ പോകുമ്പോൾ മനസ്സിലാക്കിയ ലഘുവായിട്ട് കാര്യങ്ങൾ പറയും. ആദ്യമായിട്ടാണ് ഞാൻ എത്രയോ കൊല്ലം കൂടിയിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറാണ് അന്ന് മീറ്റിംഗിൽ ഇരിക്കാൻ പഠിച്ചത്. ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് ഒരു സ്ഥലത്ത് ഇരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്ക് ഭയങ്കര അസ്വസ്ഥനാവും ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ. പക്ഷെ ആൽക്കഹോളിക്കിന്റെ അനോണിമസിന്റെ ആ മീറ്റിംഗ് ഞാൻ ആ അനുഭവം കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ആ 1.5 മണിക്കൂർ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ജീവിതത്തിൽ എവിടെയും കിട്ടാത്തൊരു സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കാൻ കഴിയും. ഒന്നിന്റെയും ആവശ്യമില്ലാതെ തന്നെ ആ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ആനന്ദം അത് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കാറ്. ഈ 17 കൊല്ലം 3 മാസത്തിന് ശേഷം ഇപ്പോൾ ഒരു മീറ്റിങ്ങിന് പോയിരുന്നാൽ എനിക്ക് കിട്ടുന്ന ഒരു പുതിയ ആൾ വന്നു കഴിഞ്ഞാലും നമ്മുടെ പഴയ ആളുകൾ തമ്മിലുള്ള സംഭാഷണത്തിൽ ഒക്കെ ഒരു വല്ലാത്തൊരു അടുപ്പവും വല്ലാത്തൊരു എന്താ പറയണ്ടേ ഒരു ആത്മസുഖവും കിട്ടും. ഒരു ആത്മീയമായ എന്താ പറയണ്ട എന്തോ ഒരു കാര്യങ്ങൾ അന്നേരം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആളുകൾ പറയുന്നത് കേൾക്കാൻ പഠിച്ചു. ആളുകൾ എന്താണോ പറയുന്നത് അത് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഒരാൾ പറയുന്നത് കേൾക്കൂല എന്നുള്ളതാണ്. എൻ്റെ കള്ളുകുടി ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ എന്നെ ഒരാൾ പറയുന്നത് ഞാൻ അനുസരിക്കില്ല. ഒരാൾ പറയുന്നത് കേൾക്കാൻ ഞാൻ നിൽക്കില്ല. അതിലിടയ്ക്കാണ് ഞാൻ അവിടുന്ന് എന്നോട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ ഞാൻ പിന്നെ ഒരാളോട് വർത്തമാനം ഞാൻ പറയുന്നത് കേട്ടോളൂ എന്നുള്ള ഒരു കാര്യം. പക്ഷെ ആൽക്കഹോളിക് അനോണിമസ് വന്നപ്പോഴാണ് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ആളുകൾ പറയുന്നത് കേൾക്കുന്നതിലുള്ള ഒരു സുഖം അനുഭവിക്കും. എന്നിട്ട് വേറെ ആൾ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് പറയുന്നത് കേൾക്കുന്നതിലൊരു സുഖമുണ്ട്. അതിലൊരു ഒരു 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 ആത്മാംശമുണ്ട്. മറ്റൊരാളുടെ ജീവിതത്തിന്റെ കഥ നമ്മുടെ ജീവിതമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് കിട്ടുന്ന അറിവുണ്ട്. ഭാര്യമാരോട് പെരുമാറുന്ന പെരുമാറ്റം നമ്മളോട് ആരും എൻ്റെ ഭാര്യ എൻ്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ട് എത്രയോ കാലം. പക്ഷെ അത് മറ്റൊരാൾ അയാളുടെ ഭാര്യയെ കരഞ്ഞു പിടിച്ച് പറഞ്ഞപ്പോ എനിക്ക് എൻ്റെ ഭാര്യയുടെ യഥാർത്ഥ അവസ്ഥ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. അതൊരു അറിവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ആര് പറഞ്ഞിട്ട് എൻ്റെ അമ്മ എത്രയോ എൻ്റെ ഭാര്യനെ പറ്റി അവൾ വളരെ ഒരു പാവകുട്ടിയാണ്. എൻ്റെ അമ്മക്ക് അവളോട് ഭയങ്കര സ്നേഹമാണ്. എൻ്റെ ഈ കുട്ടിയും എൻ്റെ ഈ കളിയും അമ്മ വളരെ ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയെ ഞാൻ ആലോചിച്ചിട്ട് അവളിടക്ക് ആരും കാണാണ്ട് ബാക്കിലൊക്കെ പോയി കരയും. ഇതമ്മ കണ്ടിട്ടാൻ പോകില്ല. അമ്മ എൻ്റെ അടുത്ത് എത്രയോ പ്രാവശ്യം കരഞ്ഞു പറഞ്ഞു, നീ എന്തിനാണ് അവളെ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവളെൻ്റെ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനക്കൊന്നും മനസ്സിലായിട്ടില്ല. പറയുന്നേന് എനിക്ക് അരിശ കുടി കൂടുക എന്നല്ലാതെ കണ്ട് ഒരു മാറ്റവും എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ ആൽക്കഹോളിക് അനോണിമസിന്റെ മീറ്റിങ്ങിൽ വിട്ട് മറ്റുള്ള ആളുകൾ അന്നൊക്കെ വടകരയിൽ നിന്നും കൊയിലാണ്ടി നിന്നൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ വരിക. അവരൊക്കെ അവരുടെ ജീവിതം സത്യസന്ധമായി ആത്മാർത്ഥമായി പങ്കുവെച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ ഭാര്യ എന്താണ്, എങ്ങനെയാണ് ഒരു ജീവിതം നയിക്കേണ്ടത്, എന്താണ് ഒരു ഭാര്യയോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് എന്നുള്ള അറിവ്, അതാണ് എൻ്റെ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം. എന്ന് കിട്ടിയ ആ അറിവാണ് കുടുംബത്തിനെ പറ്റിയിട്ട് അറിവ്. അത് എന്നോട് ഭാര്യ നിങ്ങൾ എവിടെയാ പോകുന്നത് ചോദിച്ചാൽ ഞാൻ പറയാ എനിക്കെന്നാ അറിഞ്ഞിട്ട് വേണ്ടേ, ഇനി അത് കഴിഞ്ഞ് ഇനി അഥവാ പോകുന്നത് കണ്ണൂരാ പോകുന്നതെന്ന് പറഞ്ഞാൽ കണ്ണൂർ എന്തിനാ പോകുന്നത്? അപ്പോഴൊക്കെ എൻ്റെ എല്ലാ എന്താ പറയണ്ടേ ദേഷ്യം ഇങ്ങോട്ട്. അത് നീ എൻ്റെ പ്രശ്നം തീർത്ത് തരുമോ? ഇങ്ങനെ ഞാൻ പെരുമാറുക. ഇന്ന് അങ്ങനെയല്ല കാര്യം. ഞാൻ കണ്ണൂരാ പോകുന്നത്. എന്തിനാ പോകുന്നത്? എനിക്കാട് ബാങ്ക് പോകണം. അല്ലെ എന്താ ചെയ്യുന്നത്? എനിക്ക് ഇന്നത് ചെയ്യാനുണ്ട്. ഞാൻ ഉച്ചയാകുമ്പോഴേക്ക് വരും, അല്ലെ വരൂല, ഞാൻ കുറച്ച് നേരം പോകും. നീ വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചോ, ഞാനൊരു 3 മണിയാവും, നീ ഭക്ഷണം കഴിച്ചോ എന്ന് പറയാനുള്ള ആ ഒരു മാനസികമായ മാറ്റവും അന്തരവും എന്തിന്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കിട്ടിയ ഒരു അറിവിന്റെ ബേസിലാണ്. ജീവിതം എങ്ങനെ ജീവിക്കണം, സിമ്പിളാണ്, വളരെ വളരെ സിമ്പിൾ. അത് പറയാൻ കേട്ട് അത് ജീവിതത്തിൽ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അത് ഉള്ളിൽ ഇത് പ്രേരണയായിട്ട് വരണം. ആ പ്രേരണ ഉണ്ടാക്കുന്നത് ആത്മീയമായ അറിവാണ്. ആ പ്രേരണയില്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുമെങ്കിലും വേണ്ട സമയത്ത് അത് നമ്മളെ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് പ്രയോഗത്തിൽ വരില്ല. ആ പ്രയോഗത്തിൽ വരേണ്ട രീതിയിൽ നമുക്ക് എത്രയോ വായിക്കാം, കഥകൾ വായിച്ചിട്ടുണ്ട്, പല ഇതൊക്കെ മുമ്പേ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ നേരിട്ട് എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കിട്ടാത്ത എന്നെ പ്രവർത്തിപ്പിക്കാൻ പറ്റിയ ഒരറിവായി എൻ്റെ ഉള്ളിൽ അത് നിന്നുകൊള്ളു. അതാണ് ആത്മീയമായ അറിവ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ അറിവ്, ആത്മീയമായ അറിവ് എന്ന് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിലെ
പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നേരിടാനുള്ള ഒരു ഉപായങ്ങളാണ് ആത്മീയമായ അറിവ് എന്നാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ അങ്ങനെ കാണുന്നതും പറയുന്നതും. പിന്നെ വേറെ പല അർത്ഥങ്ങളുണ്ടാവും ഓരോ ആളുകൾക്കും. ഞാൻ എൻ്റെ വ്യൂ മാത്രം പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് കെട്ടിയപ്പോഴാണ്, കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. പുതുതായിട്ട് ഒരാൾ വന്നിട്ടാകുമ്പോൾ അയാൾ പിറ്റേത്തെ ആഴ്ച വരുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഞാൻ അതുവരെ അതിനു മുമ്പേ വേറൊരു വ്യക്തിക്ക് ഒരു നേട്ടം കിട്ടിയിട്ട് സന്തോഷിച്ച ചരിത്രം എൻ്റെ ജീവിതത്തിലില്ല, എൻ്റെ സ്വന്തം കുടുംബത്തിൽ പോലും. പക്ഷേ എയിൽ വന്നപ്പോഴാണ് ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അയാൾക്ക് എന്തെന്നില്ല സന്തോഷം. അയാൾ പിറ്റേത്തെ ആഴ്ച വരുമ്പോൾ അയാളുടെ ആ മുഖത്ത് വരുന്ന മാറ്റങ്ങൾ, അയാളിൽ നിന്ന് അയാളുടെ എന്താ പറയണ്ടേ വർത്തമാനത്തിലുള്ള മാറ്റങ്ങൾ, നമ്മളുമായിട്ട് ഡീലിങ്ങിലുള്ള മാറ്റങ്ങൾ, എനിക്കതിൽ വളരെ കൗതുകത്തോടു കൂടിയാണ് ഞാൻ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം എനിക്ക് നൽകുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. ഇതെന്തുകൊണ്ടാണ്? ഞാൻ ഇപ്പോഴും അങ്ങനെയാണ്. എൻ്റെ ആൽക്കഹോളിക് അനോണിമസ് ജീവിതത്തിൽ ഞാൻ ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യം, ഒരു പുതിയ ആൾ വന്നു കഴിഞ്ഞാൽ ഓരോ ആഴ്ചയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരിൽ വരുന്ന മാറ്റങ്ങൾ എന്നെ വല്ലാണ്ട് സന്തോഷിപ്പിക്കുകയും എന്നെ വല്ലാത്ത പല അറിവുകളും എനിക്ക് കിട്ടും. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പുതുതായിട്ട് വരുന്ന ഒരു ഭാര്യയും ഭർത്താവാണെങ്കിൽ അവർ വളരെ ദൂരെയുണ്ട്. ഒരാൾ ഭർത്താവ് മുന്നില്ലെങ്കിൽ ഭാര്യ ഒരു 3 മീറ്റർ ദൂരെ 4 മീറ്റർ ദൂരെ ഇങ്ങനെ രണ്ടാളും രണ്ട് വഴിക്കാ വരും. എങ്ങനെയല്ലോ ആടെ ഗ്രൂപ്പിൽ എത്തലാണ്. എത്തിക്കഴിഞ്ഞ് പിറ്റേത്തെ ആഴ്ച വരുമ്പം അവർ ഒന്നിച്ച് വരും, ചിലപ്പോൾ കൈ പിടിച്ചിട്ട് വരും. അത് എന്തെന്നില്ലാത്തൊരു അവരുടെ ഒരു ഒരു വല്ലാത്തൊരു സന്തോഷം ഉണ്ടാക്കും. ഈ സന്തോഷം എന്തുകൊണ്ട് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തോ അത് അവരോടുള്ള സ്നേഹമാണോ എന്നാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെ അത് സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. മറ്റുള്ള ആളുകളുടെ വളർച്ചയിലും ആ കൊടി നിർത്തുന്നതിലും അയാൾക്ക് എന്തെങ്കിലും നേട്ടം കിട്ടിയെന്ന് പറയുന്നതിലും ഒക്കെ മറ്റുള്ള ആളുകളെ കാട്ടി ഒരു സന്തോഷം ഞാനും അനുഭവിക്കാനുണ്ട്. അതെന്താണ്? അതൊന്നും ഞാൻ അനുഭവിക്കുന്ന സമയത്ത് ഇതെന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരു വളരെ സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ആൽക്കഹോളിക് അനോണിമസിൽ നിരന്തരം യാത്ര ഉള്ള സ്ഥലത്ത് തേച്ച് പോകും, കിട്ടാവുന്ന സ്ഥലത്ത് തേച്ച്, മീറ്റിംഗ് ഉള്ള സ്ഥലത്ത് തേച്ച് പോകും. അത് എന്നെ അത് വളർത്തി എന്നുള്ളതാണ്. ആ ഒരു ആത്മീയമായ ഒരു എന്താ പറയുക, ഒരു ഒരു അറിവോ അനുഭവമോ രണ്ടും ചേർന്നതാണെന്ന് ഞാൻ പറയാം. അനുഭവവും അറിവും ചേർന്നതാണ് ഇതിനൊക്കെയുള്ള പറഞ്ഞു വരുന്നത്. അതിനുശേഷമാണ് ഞാൻ പറയാൻ പഠിച്ചത്. ആൽക്കഹോളിക് അനോണിമസ് ഞാൻ ഒരാളോട് വർത്തമാനം പറയാൻ എനിക്ക് വളരെ പരിമിതമായ ആളുകളോട് വർത്തമാനം പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ഒരാളുകൾ മുന്നിൽ അങ്ങനെ കള്ളു കുടിച്ചെന്തും പറയും. കള്ളു കുടിക്കാണ്ട് ഒരാളെ മുന്നിൽ നിന്നിട്ട് ഞാൻ എൻ്റെ ഒരു അറിവ് വലിയ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. പറ്റില്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ 2 പേർക്ക് അടിക്കണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നമ്മൾ അങ്ങനെ കമ്പനികളിലൊക്കെ ഉണ്ട്. അപ്പോൾ സർക്കാർ എന്താണ് ലേബർ ഓഫീസിലും പിന്നെ ഫാക്ടറി ഓഫീസിലും ഒക്കെ പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഏടെ പോകണമെങ്കിൽ അവർക്ക് 2 പേർക്ക് അടിക്കാണ്ട് ഞാനൊരു ഓഫീസ് ഇറക്കി പോകില്ല. അവർക്ക് പറയാൻ കഴിയില്ല. ഒന്നും അത്രയും എന്താ പറയണ്ടേ, അത്രയും മോശമാണ് എൻ്റെ അവസ്ഥ. ഒരാളോട് സംസാരിക്കാനോ ഒന്നും അറിയില്ല. പക്ഷേ പിന്നെ പോകെയാണ് ആൽക്കഹോളിക് അനോണിമസ് നമ്മുടെ അനുഭവങ്ങൾ ചെറുങ്ങനെ പങ്കുവെക്കാൻ തുടങ്ങി. അത് വലിയൊരു ആശ്വാസമായി. ആ പങ്കുവെക്കൽ, തുറന്നു പറയൽ, എൻ്റെ ഉള്ളിലുള്ള പല ഭാരങ്ങളും, ഞാൻ ചെയ്തു പോയ പല തെറ്റുകളും. ഇപ്പം ഞാൻ കണ്ണൂരുള്ള കുറേ ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ ഇതിനകത്ത്. പിന്നെ ഞാൻ കണ്ണൂർ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ അച്ഛനോട് ചെയ്ത വലിയ വലിയ തെറ്റുകൾ. ഇതൊക്കെ ഞാൻ മീറ്റിങ്ങിൽ തന്നെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അന്നേരം കിട്ടിയിട്ടുള്ള ആ ഒരു ഭാരക്കുറവുണ്ട്, ഉള്ളിന് ആത്മീയമായിട്ടുള്ള ഒരു ഭാരം കുറച്ചതുപോലെ, ഒരു തുറസായ ഒരു വെയിറ്റ് കുറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് പറയും എന്താ പറയണ്ട, ആ സ്വതന്ത്രമായി സ്വന്തം ഇഷ്ടപ്രകാരം അത് തുറന്നു പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമുണ്ട്, ആത്മീയമായ ഒരു അനുഭവം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പലരോടും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പലരോടും. എൻ്റെ ഏറ്റവും ഞാൻ തെറ്റ് ചെയ്തത് എൻ്റെ അച്ഛനോടാണ്. അച്ഛനുമായിട്ടാണ് ഞാൻ ഏറ്റവും പിന്നെ മരിച്ചിട്ട് ഞാൻ ഏലെത്തുമ്പോൾ അച്ഛൻ മരിച്ചിട്ട് 5 കൊല്ലം, 5-8 കൊല്ലമായിട്ടുണ്ട്. അന്നും എൻ്റെ ഉള്ളിൽ അച്ഛനോടുള്ള വെറുപ്പ് തീർന്നിട്ടില്ല, മരിച്ചിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ടും. അതൊക്കെ ഒരു എന്താ പറയണ്ടേ, പിന്നീടാണ് ആൽക്കഹോളിക് അനോണിമസ് കടന്നു പോകുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ പിന്നെ എൻ്റെ അച്ഛന് 2 മക്കളാണ്, ഞാനും എൻ്റെ അനുജനും. അച്ഛൻ മരിച്ചിട്ട് ബലിയിടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് വലിയൊരു എന്താ പറയണ്ടേ,
നാട്ടിലെ പുരോഗമനവാദിയായിട്ട് ഞാൻ പറഞ്ഞു വലിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഏതാണ്ട് അതിൻ്റെ ആവശ്യമില്ല. അത് എൻ്റെ അച്ഛനോട് ഉള്ള എൻ്റെ ഉള്ളിലുള്ള വെറുപ്പിൻ്റെ അന്ന് വന്നതാണ്. പിന്നീട് ഞാൻ വലിയിടാതുകൊണ്ട് തന്നെ അനുജനും വലിയിട്ടില്ല. ഞാൻ ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞു. പക്ഷെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം. 2 ആൺമക്കളുടെ അച്ഛൻ ഇവിടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പലരും അങ്ങനെ ഇടാതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത് പിന്നീട് അത് ഞാൻ ഏലൊക്കെ വന്ന് ഒരു 10-12 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയെയും കൂട്ടിയിട്ട് തിരുനെല്ലി പോയി അച്ഛന് വേണ്ടിയിട്ട് ബലിയിട്ടു. ആ ബലിയിടുമ്പോൾ പിള്ളിട്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൈ പിടിച്ച്, ആ കൈ ഇളക്കുന്നില്ല, പിടിച്ചെടുക്ക തന്നെ. അമ്മയുടെ ഒരു ആ ഉള്ളിലുള്ള ആ സന്തോഷവും ആ ഒരു മകൻ എന്നുള്ള നിലയിൽ അച്ഛനോട് കാണിച്ച ആ മര്യാദയും അതുവരെ ചെയ്യാതിരുന്നതിൻ്റെ ആ പരിഭവവും എല്ലാം ചേർന്നിട്ട് അതൊക്കെ മനസ്സിലായി ആ പിടുത്തത്തിൽ തന്നെ. അതാണ് ഒരു മനുഷ്യന്റെ നമ്മുടെ ആത്മബന്ധമുള്ള ആളുകളുടെ സ്പർശനം പോലും നമുക്ക് നമ്മളെ ഉള്ളിലേക്ക് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. അത് പിന്നെ അമ്മക്ക് പിന്നീട് എന്നോടൊരു പ്രത്യേക സ്നേഹമാണ്. അതിനുശേഷം അമ്മയുടെ ഉള്ളിലുള്ള ഒരു വ്യസനം എന്നാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുക. അത്രമാത്രം അമ്മ അതിൽ വ്യാകുലപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അതൊക്കെ ഒരു അനുഭവമാണ്. നമ്മളെ കുടുംബത്തിൽ എൻ്റെ അമ്മയോട് ചെയ്യേണ്ട, അച്ഛനോടല്ല, അച്ഛൻ മരിച്ചു, അതിനല്ല പ്രാധാന്യം. ജീവിച്ചിരിക്കുന്ന അമ്മക്ക് നൽകിയാൽ ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും വലിയ ഒരു മകൻ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം അച്ഛന് ബലിയിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് എൻ്റെ ഉള്ളിൽ എങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആ അച്ഛൻ എന്ന് പറയുന്നതിന് കുടുംബം എന്ന് പറയുന്നത് ആ സംഗതി മനസ്സിലായതുകൊണ്ട് അത് വേറെ എവിടെ നിന്ന് കിട്ടില്ല. ആൽക്കഹോളിക് അനോണമസിലുള്ള യാത്രയിലാണ് ഞാൻ അച്ഛനും മകനും. അതുവരെ ഞാൻ അച്ഛൻ്റെ തെറ്റുകളെ പറ്റിയിട്ടാണ് എല്ലാവരും ഇപ്പം പറയുമ്പോൾ ഞാൻ അതാ പറയും, ഇങ്ങനെ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെയാണ്. പക്ഷെ അതിനുശേഷമാണ് എന്താണ് ഞാൻ അച്ഛനോട് ചെയ്തു എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോഴാണ് അതിൽ വലിയ അപാകത ഒക്കെ. എന്താ പറയുക, ആൽക്കഹോളിക് അനോണിമസിന്റെ ആത്മീയത എന്ന് പറയുന്നത് അവനവനെ പറ്റി തിരിച്ചറിയാൻ പഠിക്കുക, അവനവന്റെ തെറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ലോകം, യഥാർത്ഥ അച്ഛനെയും യഥാർത്ഥ അമ്മയെയും യഥാർത്ഥ മകനെയും യഥാർത്ഥ ഭാര്യയെയും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് അവരെ പറ്റി മനസ്സിലാക്കാനുള്ള എന്താ പറയണ്ട, ഒരു അനുഭവം ഉണ്ടാവണം. ആ അനുഭവമാണ് മറ്റു പലരും. ഞാൻ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ചില മീറ്റിങ്ങുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഷെയർ ചെയ്തപ്പോൾ പലരും പലതരത്തിലുള്ള രീതിയിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛനെ ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല എന്നാണ്. ഇപ്പൊ അദ്ദേഹം കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ, ഇപ്പല്ല ഞാൻ ഈ പറയുന്നത് 3-4 കൊല്ലം മുമ്പുള്ള കാര്യമാണ്, പിന്നെ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ പിന്നെ ക്യാൻസറായിട്ട് കിടക്കുന്നതാണ്. രാജീവാട്ടിന് ഞാനത് പയ്യന്നൂരിൽ നിന്നാണ് ഷെയർ ചെയ്തത്. ഞാൻ പയ്യന്നൂരിൽ നിന്ന് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനെ തുടരുമില്ല, അച്ഛനെ വിളിക്കലുമില്ല. അച്ഛനോട് നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് ഇതൊക്കെ പിന്നെ ഞാൻ ഇന്നലെ ആശുപത്രിയിൽ പോയിട്ട് പോക്കുണ്ട്. പക്ഷേ അച്ഛൻ്റെ അടുത്തൊന്നും ഞാൻ നിൽക്കാറില്ല. ഭക്ഷണം കൊണ്ട് കൊടുക്കും, വരുന്നുണ്ട്. ഞാൻ ഇന്നലെ അച്ഛൻ്റെ നെറ്റിക്ക് തലയിൽ ഇങ്ങനെ തഴുകി അച്ഛനെപ്പാട് പൊട്ടിക്കരഞ്ഞു. ഞാനും കരഞ്ഞു, എന്നെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യന്റെ അനുഭവം അത് പങ്കുവെക്കപ്പെടുമ്പോൾ, ആൽക്കഹോളിക് അനോണിമസ് അത് പങ്കുവെക്കപ്പെടുമ്പോൾ മറ്റൊരു മനുഷ്യന്റെ ജീവിതത്തിൽ അത് എത്രമാത്രം പ്രായോഗിക തലത്തിൽ അത് അത്ഭുതകരമായിട്ട് അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ആ അച്ഛൻ്റെ ആ മകൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കൂടി സാർത്ഥകമായി. പിന്നെ അദ്ദേഹം 1 മാസം കാലം ജീവിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഇതെല്ലാം അത്ഭുതങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ആത്മീയമായ അറിവിന്റെ ഒരു തലമുണ്ട്, സ്നേഹത്തിന്റെ ഒരു തലമുണ്ട്, സ്നേഹത്തെ പറ്റിയിട്ടുള്ള ഒരു അറിവുണ്ട്. നമ്മൾ വളർന്നു വരുമ്പോൾ ചെറുതായി അവിടുന്ന് വളർന്ന് അച്ഛനും അമ്മയും നമ്മളെ വളർത്തി എടുത്തുകൊണ്ട്, പക്ഷെ നമുക്കൊന്നും
അവരുടെ ത്യാഗമോ അവർ നമ്മളെ കൊണ്ട് അനുഭവിച്ച വിഷമങ്ങളോ ഒന്നും ഒരിക്കലും ഒരു മകനും തിരിച്ചറിയില്ല. പിന്നെ അതൊരു ഞാനൊക്കെ ഒരു 16-17 വയസ്സാകുമ്പോഴൊക്കെ വീണ്ടും കള്ളുകുടിയിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുടുംബത്തെ എൻ്റെ സ്നേഹത്തിൻ്റെയോ അത് മറ്റ് തരത്തിലുള്ള ഒരു അംശവും എനക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ആ കണ്ണ് നഷ്ടപ്പെട്ടു പോയി. ഇതാണ് ഒരു മദ്യാസക്തൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ഒരു നല്ല പ്രായത്തിൽ ഒരു യൗവനകാലത്ത് 16-17 വയസ്സാകുമ്പോൾ തന്നെ കള്ളുകൂടിയെന്ന് തുടങ്ങിയ ആളുകൾക്ക് ജീവിതത്തിന്റെ യഥാർത്ഥ മുഖം കാണാനുള്ള അവസരം ഇല്ലാണ്ടായി പോകുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് സമൂഹത്തിന്റെ അകത്തുനിന്ന് കുടുംബത്തിന്റെ അകത്തുനിന്ന് കിട്ടേണ്ട ഒരറിവും കിട്ടാണ്ടായി പോകുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും ഞാനൊക്കെ ഒരു അന്ധനാണ്. ജീവിതത്തിൽ എന്തൊക്കെയോ മദ്യത്തിന്റെ ലഹരിയിൽ കാണുന്ന കാഴ്ചകളല്ലാതെ കണ്ട് ഒരു യഥാർത്ഥ കണ്ണിലൂടെ ജീവിതമൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അമ്മയുടെയൊക്കെ പിന്നെ കരച്ചിലും ഭാര്യയുടെ കരച്ചിലും ഒന്നും കരച്ചിലിന്റെ ഇതിലല്ല ഞാൻ കേട്ടത്. ഒരുതരം പകയോട് കൂടിയിട്ടാണ് ഞാൻ അതൊക്കെ അനുഭവിച്ചതും പറഞ്ഞതും ഒക്കെ. അതിൻ്റെ അകത്തുള്ള വൈകാരികത നേരത്തെ എനിക്ക് മുമ്പിൽ ഷെയർ ചെയ്ത് ഒരാൾ പറഞ്ഞതുപോലെ ആ അവരുടെ വൈകാരികത മനസ്സിലാക്കില്ല. അമ്മയുടെ തേങ്ങല്, ആന്തരികമായിട്ട് ഉള്ള തേങ്ങല്, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഇതിന്റെ അകത്ത് വന്നപ്പോൾ അമ്മയുടെ വിഷമം, ഞാൻ നേരത്തെ പറഞ്ഞത് അച്ഛൻ്റെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ അമ്മയില്ല, രണ്ടര കൊല്ലമായി അമ്മ മരിച്ചിട്ട്. ആ അമ്മയുടെ ഒരു മകൻ അമ്മക്ക് ചെയ്യേണ്ട എല്ലാ കർത്തവ്യവും എല്ലാ സ്നേഹവും ഇങ്ങോട്ടും അങ്ങോട്ടും കിട്ടിയിട്ടാണ് എൻ്റെ അമ്മ മരിച്ചത്. എല്ലാ സ്നേഹവും അവസാനം എന്നോട് പറഞ്ഞിട്ടുള്ളൊരു വാക്ക്, ദൈവം ഉണ്ട് എന്നുള്ളതിന് നീ കൂടി നിർത്തിയില്ലേ രാജീവ, അതിലും വലിയ തെളിവെന്ന അനക്ക് വേണ്ടെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്. അപ്പോ ആ അമ്മേനെ അവസാനം കൊറോണ കാലത്താണ് ഹാർട്ട് അറ്റാക്ക് വന്നു. അറ്റാക്കല്ല, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അന്ന് ഞാൻ എൻ്റെ അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. അവര് പറഞ്ഞപ്പോൾ അച്ഛനുമായിട്ടെല്ലാം ഒരു ഗ്യാപ്പ് വെച്ചിട്ടാണ് എന്തോ പെരുമാറില്ല, അങ്ങനെ എന്തോ നമുക്കെല്ലാം ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അന്ന് ആ കൊറോണ കാലത്ത് ഞാനന്ന് ആശുപത്രിയിൽ നിന്നത് അമ്മയുടെ കൂടെ തന്നെ നിന്ന് പുറത്ത് വന്നപ്പോൾ ഞാൻ അവിടുന്ന് അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചു. പിന്നീട് എൻ്റെ അമ്മ പറഞ്ഞിരുന്നു, നമുക്ക് ചെറിയൊരിതേ ഉള്ളൂ, നീ എൻ്റെ നെറ്റിക്കൊരു വെച്ചിട്ടില്ലേ, ഞാൻ ഏതോ ഒരു ലോകത്തെത്തി. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരിക്കലും നമുക്കൊരു ബോധമുള്ള സമയത്തൊന്നും അല്ലെ ഓർമ്മയുള്ള സമയത്തൊന്നും ഞാൻ എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ടോ ഉമ്മ വെച്ചിട്ടോ ഒന്നുമില്ല. പക്ഷെ അന്ന് അമ്മക്ക് ചെയ്യേണ്ടത് അതാണെന്ന് വിചാരിച്ചു. അതിലും ഒരു കാര്യം ആ ആശുപത്രി കിടക്കുന്ന അമ്മക്ക് വേണ്ടി ചെയ്യാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതൊരു വലിയൊരു അറിവായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് ഞാൻ എൻ്റെ കുടുംബത്തിലെ ആശുപത്രി കടന്നു കഴിഞ്ഞാലും ഞാൻ ചിലപ്പോൾ ചില ബോധമുണ്ട്. അത്ര എന്താ പറയണ്ടേ, അതിൻ്റെ നമ്മുടെ ഒരു സ്പർശനത്തിന്റെ ഒരു അത്ഭുതം ആ രോഗിയിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റങ്ങളുണ്ട്. ചില ആളുകൾ കൈ പിടിച്ചാൽ വിടൂല, പിന്നെ അവിടെ പിടിച്ചു വെക്കും ഇങ്ങനെ സ്നേഹം കൊണ്ട്. അത്ഭുതകരമായാണ് ഞാൻ പറയുന്നത്. ഒരു ആത്മീയത എന്ന് പറയുന്നത് നമ്മെക്കുറിച്ചുള്ള അറിവാണ്, അവനവനെ കുറിച്ചുള്ള അറിവാണ്. അറിവ് എന്ന് പറയുന്നത് എല്ലാ അറിവും ആന്തരികം മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഓരോ അവയവത്തിനും കഴിവുകളുണ്ട്. ഒരു നമ്മുടെ കൈ കൊണ്ട് ഒരാളെ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതങ്ങളുണ്ട്. ഒരാളോട് ഒരു നല്ല വാക്ക് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഏതിന് സാരമില്ലട, ഇതിനെക്കാട്ടിയും മോശം അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു വാക്കിന് തന്നെ ഒരാളെ ഉണർത്തിയെടുക്കാൻ പറ്റും, ഒരാളെ കെട്ടിപ്പിടിക്കുന്നെടുക്കാൻ. ഇതൊക്കെ ആത്മീയമായ ഒരു ഉള്ളിലുണ്ടെങ്കിലേ അത് പുറത്ത് നടക്കൂ. ആ ആത്മീയമായ അറിവ് അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു 12ാമത്തെ പടിയിലാണ് ആത്മീയ പ്രചോദനത്തിന്റെ ഫലമായി, ഇതിൽ നിന്ന് കിട്ടിയ ആത്മീയ പ്രചോദനത്തിന്റെ ഫലമായി ഈ സന്ദേശത്തിലൂടെ ആളുകൾ എത്തിച്ചു കൊടുക്കാൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കിന് അതിന്റെ ആ ഒരു മധ്യാസക്തന്റെ ഉള്ളിൽ ആത്മാവിൽ അത് എത്തിക്കാൻ പറ്റും. നമ്മളെ സ്പർശനമായ ആത്മാവിൽ കൊടുക്കാൻ പറ്റും.
അത് ഇതിൽ നിന്ന് പഠിക്കണം. പഠിച്ചു വരുന്നതാണ്. അത് എല്ലാവർക്കും കിട്ടും. ഒരു വ്യക്തിക്കുള്ള ഒന്നല്ല. നിരന്തരമായി യാത്ര ചെയ്യുകയും നിരന്തരമായി ആൽക്കഹോളിക് അനോണിമസിനെ പറ്റി അല്ലെങ്കിൽ ആത്മീയതയെ പറ്റി പഠിക്കുകയും അവനവനെ പറ്റി, ആത്മീയത ഞാൻ ഉദ്ദേശിച്ചത് അവനവനെ പറ്റി പഠിക്കുകയും ബിഗ് ബുക്ക് വായിക്കുമ്പോൾ എന്റെ കഥയാണെന്ന് എന്നെ അതിനകത്ത് കാണാൻ പറ്റുകയും ചെയ്യുന്നു. അങ്ങനെ കാണാൻ പറ്റാതെ കൊണ്ടത് ബിഗ് ബുക്ക് വായിച്ച കാര്യമൊന്നുമില്ല. എന്റെ കഥ അതിൽ അന്ന ബിഗ് ബുക്കിൽ കാണാൻ പറ്റണം. അതാണ് ആത്മീയമായ അറിവ്, ആത്മീയമായ ബുക്ക്, ആത്മീയമായ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത് അവനവൻ ആ പ്രസ്ഥാനം അവനവനെ അതിൽ കാണാൻ പറ്റണം. അത് ഒരു കുടിയനെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അയാളിൽ നമുക്ക് കാണാൻ പറ്റുമ്പോഴാണ് അയാൾ നമ്മൾ ഒന്നാവുന്നത്. അത് എല്ലാവരും കഴിയില്ല. ആത്മീയമായ ഒരു വികസനം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അത് പ്രയോഗത്തിൽ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള കുറെ അനുഭവങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോളിക് അനോണിമസിന്റെ കണ്ടുമുട്ടിയത് മുതൽ ജീവിതത്തിൽ ഞാൻ നിരന്തരമായി എൻ്റെ ജീവിതത്തെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. എന്താണ് എൻ്റെ മനസ്സിൽ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഓരോ കാര്യത്തിലുമുള്ള ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ്. ഞാൻ 17 കൊല്ലമായി എന്ന് പറയാം. ഞാനൊരു കൊല്ലം മുമ്പേ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി, ഞാൻ അധികം മീറ്റിങ്ങിൽ പറയുന്ന കാര്യം തന്നെയാണ്, മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഒരു പുതിയൊരു സുഹൃത്ത് എയിൽ വന്നു. കുറച്ചു കാലമായി, അന്നേരം ഒരു 5-6 മാസമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അയാളെ ഡൈവേഴ്സ് ചെയ്തതാണ്, അയാളെ ഭാര്യ. അപ്പോൾ അയാളെ കൂടിയാണ് അയാളെ മകൻ. അപ്പോൾ അയാൾ ഒരു പ്രാവശ്യം ഷെയർ ചെയ്യുമ്പോൾ പറഞ്ഞു, ഞാൻ ഇത്ര വരെ വിചാരിച്ചത് എൻ്റെ ഭാര്യ വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ കൂടെയാണ് എൻ്റെ മകൻ വന്നത്, അതുകൊണ്ട് അവളാക്കാട്ടിയും എൻ്റെ മകന് എന്നോടാണ് സ്നേഹം, അത് എന്നെ വല്ലാണ്ട് അഹങ്കരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്നെ പറ്റിയിട്ട് എൻ്റെ പറഞ്ഞില്ല. എൻ്റെ കുറ്റവും എൻ്റെ അങ്ങനെയൊക്കെ മനസ്സിൽ ആൽക്കഹോളിക് അനോണിമസിൽ വന്നിട്ട് സ്വബോധത്തിൽ ജീവിക്കുമ്പോഴാണ് എനിക്കത് മനസ്സിലായത്. എൻ്റെ ഭാര്യയുടെ വിലയും എനിക്ക് മനസ്സിലായത്. ഒരു ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചത്, ഞാൻ കള്ളു കുടിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ വീട്ടിൽ കല്യാണം നടത്തിയിട്ടുണ്ട്. എൻ്റെ ഭാര്യ നീ കല്യാണം ഞാൻ പോയിട്ട് പല പ്രശ്നങ്ങളും വളരെ കുടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ സ്ഥിരമായിട്ട് എന്താ പറയണ്ടേ, ആത്മീയ പീഡനം അങ്ങനെ തന്നെ പറയേണ്ടി വരും. അടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ വല്ലാത്ത തരത്തിലുള്ള ആത്മീയമായ ഒരു മനുഷ്യൻ ആന്തരികമായി തകർക്കേണ്ട തരത്തിലുള്ള വാക്കുകളും പ്രവൃത്തികളും. പക്ഷെ എൻ്റെ ഭാര്യ വീട്ടിൽ എനിക്ക് എപ്പോഴും റെസ്പെക്ട് തരാം. അത് ഈ ചങ്ങായി അത് ഷെയർ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഭാര്യ എന്നെ പറ്റിയിട്ട് ഒരു മോശം കാര്യവും എൻ്റെ ഭാര്യ വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യം. അത് വളരെ നിസ്സാരമാണ്, കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ കേൾക്കുന്നോട്ട് തന്നപ്പോൾ അതുമില്ലേ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ഭാര്യമായിട്ടാണ് ഞാൻ കണ്ടത്. അവൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് എന്ന് ഞാൻ ആൽക്കഹോളിക് അനോണിമസിൽ വന്നിട്ട് 16 കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഇവൾക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ടാകും പറ്റി പറഞ്ഞു. അതിന്റെ ഫലം എന്തായെന്ന് പറഞ്ഞാൽ പിന്നീട് എൻ്റെ ഭാര്യയോട് എനിക്ക് കുറച്ചും കൂടി റെസ്പെക്റ്റും സ്നേഹം കൂടിയിരുന്നു. ഞാനിപ്പോൾ അവൾക്കൊന്നും അങ്ങനെയൊന്നും പറയാറില്ല. ഒരു കാര്യത്തിലും അവളെ ഒരു തരത്തിലും വേദനിപ്പിക്കാതിരിക്കണം എന്നുള്ള രീതിയിൽ എല്ലാ ചെയ്യാൻ ശ്രമിക്കാം. ചിലപ്പോൾ നിനക്കെതിരായിട്ടും വരാറുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നു. പറഞ്ഞു വരുന്നത് എന്താണെന്ന് അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അറിവാണ്. അത് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എൻ്റെ ഭാര്യ. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ചെറിയ ചെറിയ അറിവുകൾ തന്നെയാണ് നമ്മളെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഏതൊരു അറിവും. കുട്ടി നിർത്താനുള്ള അറിവ്, മറ്റുള്ളവരുടെ അറിവ്, ബഹുമാനിക്കാൻ തോന്നിയ അറിവ്, സമൂഹത്തിന്റെ അകത്ത് നടത്തുന്ന അറിവ്, എല്ലാ അറിവും അതിൻ്റെയൊക്കെ പിറകിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല, നിരീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എപ്പോഴോ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കയറിയ ഒരു അറിവുണ്ടാവും. ഇതുപോലെ അയാളെ ഉള്ളിൽ മാറ്റം വരുത്താൻ പറ്റിയ ഒരു അറിവ്. അതാണ് പലപ്പോഴും സംഭവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പറഞ്ഞു വരുന്നത്
അപ്പൊ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ പരിപാടിയാണ് എന്ന് പറയുന്നത് തലം എന്ന് പറയുന്നത് നിരന്തരമായ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ആവശ്യത്തിന് ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള അറിവുകളും എല്ലാ തരത്തിലുള്ള എന്താ പറയുക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഞാനിപ്പോൾ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നൊരു വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. വലിയൊരു എമൗണ്ടാണ്. എൻ്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ സങ്കടപ്പെടാറുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെടുക്കാൻ പറ്റും, വേണ്ടതാങ്കിൽ വരും, ഓടതാങ്കിൽ പോകും. വേറെ ഞാനിപ്പോ ഇവിടെ എന്താ പറയണ്ടേ, ഇതിന് വേണ്ടിയിട്ട് കരഞ്ഞതിനെ കൊണ്ടോ പിന്നെ അസ്വസ്ഥനായതിനെ കൊണ്ടോ ഒന്നും കാര്യമില്ല. അതിന് വേണ്ട പ്രവർത്തനം നടത്തുക, കിട്ടിയിട്ടുണ്ട് വാങ്ങാം, കിട്ടിയിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക എന്നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ആ അറിവ് അല്ലെ ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ചിലപ്പോൾ ആത്മഹത്യയൊക്കെ ചെയ്താണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അത്തരത്തിലുള്ള ഒരു അറിവ് അതിനെ തടുക്കാനുള്ള ഏത് പ്രതിസന്ധി വന്ന് നമുക്കുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ പഠിക്കുക. അതാണ് ഞാൻ ആൽക്കഹോളിക് അനോണിമസിന് കിട്ടിയ മറ്റൊരു അറിവ് എന്ന് പറയുന്നത്. നമുക്കുള്ളതിനെ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും. എവിടെയാണോ അവിടെ, ആരുടെ കൂടെയാണോ അവരുടെ കൂടെ, എന്താണോ ഉള്ളത് അതുകൊണ്ട് ജീവിക്കാൻ പഠിക്കും. മറ്റു നഷ്ടപ്പെട്ടു പോയതിനെ പറ്റി ആലോചിച്ചിട്ട് നമ്മളെ ജീവിതം നഷ്ടപ്പെടുത്താനോ ഇനിയും ജീവിക്കണമെങ്കിൽ കഴിഞ്ഞുപോയ കാര്യത്തെ പറ്റി ആലോചിച്ചുകൊണ്ട് വരാൻ പോകുന്ന കാലത്തിനെയും കൂടി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന, അങ്ങനെയാണ് ഞാനൊക്കെ ജീവിച്ചത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വീണ്ടും അതിന്റെ ഡബിൾ പ്രശ്നമാക്കിയിട്ട് ആരോ നമ്മളെ ഷെയർ ചെയ്ത് കിടന്നു. 15,000 രൂപ ബാങ്കിൽ അടിക്കാനുണ്ടെങ്കിൽ 25,000 രൂപ കടം വാങ്ങിയിട്ട് കണ്ണുകൂടിച്ചിട്ട് 15 അടക്കൂല 25 അടക്കൂല ആ രീതിയിലേക്ക് മാറുന്ന തരത്തിലുള്ള ജീവിതത്തിലേക്ക് പോകുന്നത് പോലെയുള്ള അവസ്ഥ. അതൊക്കെ അവനവനുള്ളത് എന്താണോ നമ്മുടെ വില. ഞാനീ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ എന്നുള്ള തലത്തിൽ എന്തൊക്കെ ശക്തികളുണ്ട് നമ്മുടെ കൈമിൽ, അസാമാന്യ ശക്തികളുണ്ട്. അതാണ് ഞാൻ ആൽക്കഹോളിക് അനോണിമസ് പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. ആളുകളെ നമ്മൾ എത്രയോ ആളുകൾ ചിലപ്പോൾ നമ്മളോടി നമ്മളെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ചെറിയൊരു പങ്കാളിത്തം കൊണ്ട് ജീവിതം രക്ഷപ്പെട്ട ആളുകളൊക്കെ അങ്ങനെയാണ് ജീവിച്ചത്. ഒരു മനുഷ്യനെ കള്ളുകൂടി നിന്ന് മാറ്റി നിർത്തുമ്പോൾ അതിൻ്റെ ആ ഗ്രൂപ്പിൽ നമ്മളും കൂടി പങ്കാളിയാകുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പം, ഒരു മനുഷ്യന്റെ ജീവനാണ് നമ്മൾ രക്ഷപ്പെടുത്തുന്നത്, നമ്മുടെ ഗ്രൂപ്പ് രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ അതിൻ്റെ ഒരു അത്ഭുതം ഈ ലോകത്തിൽ ഡോക്ടർമാരും അങ്ങനെയുള്ള ആൾ ചെയ്യുന്ന പോലത്തെ ഒന്നും അറിയാത്ത നമ്മളെ ഗ്രൂപ്പിൽ എത്തിയിട്ട് എത്രയോ ഡോക്ടർമാരെ ചികിത്സിച്ച ആളുകൾ നമ്മളെ ഗ്രൂപ്പിൽ വന്നിട്ട് അയാൾ വീണ്ടും കുടിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് എവിടെ നിന്ന് കിട്ടുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അടിസ്ഥാനം. കണ്ണൂരൊക്കെ ഓർമ്മയുണ്ട്, പണ്ട് വളരെ മുമ്പാണ് ഞാനൊക്കെ വന്നിട്ട് 1 കൊല്ലം 2 കൊല്ലം ഞാൻ ആയ സമയത്ത് ഒരു ഫാമിലി വന്നിട്ട്, ഒരു ഭാര്യ ഭർത്താവും കപ്പിള്. അവരെ കോടതി അയച്ചു. എങ്ങനെയാണ് നമ്മൾ കോടതി അയച്ചതെന്ന് എനിക്കറിയില്ല. കോടതിയിൽ ജഡ്ജിക്കൊക്കെ ഇതിനെ പറ്റി അറിയാൻ തോന്നുന്നു. അവർ പറഞ്ഞത് ഡൈവേഴ്സിന് വേണ്ടി കൊടുത്തിട്ടാണ് എത്തിയത്. ജഡ്ജി പറഞ്ഞത് പിന്നെ നിങ്ങൾ ആൽക്കഹോളിക് അനോണിമസിന്റെ മീറ്റിങ്ങിന് പോയിട്ട് അവിടുന്ന് ഒരു ലെറ്റർ വാങ്ങണം, പങ്കെടുത്തതിനുള്ള അത് വാങ്ങിയിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് വന്നിട്ട് അങ്ങനെയാണ് നമ്മൾ കണ്ണൂർ ആദ്യമായിട്ട് ലെറ്റർ പേഡ് അടിച്ചത്. അവർക്ക് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുവരെ നമുക്ക് ലെറ്റർ പേഡ് ഇല്ലായിരുന്നു. അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കോടതിയിലേക്ക് ആയതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് കണ്ണൂരിൽ കണ്ണൂരിനില്ലാന്ന് കണ്ണൂർ ഗ്രൂപ്പിന്റെ പേര് വെച്ചിട്ട്, സംഗമ ഗ്രൂപ്പിന്റെ പേര് വെച്ചിട്ട് ഒരു ലെറ്റർ പേഡ് അടിച്ചിട്ട് അതിനകത്താണ് നമ്മളന്ന് എഴുതി കൊടുത്തത് ഇവർ പങ്കെടുത്തില്ലെന്ന് പറഞ്ഞിട്ട്. ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അവര് ഡൈവേഴ്സ് എല്ലാം ഏകദേശം ഇതിലായതാണ്. പക്ഷെ ആ മീറ്റിങ്ങിന് വന്നിട്ട് അവർ പോയതിന് ശേഷം പിന്നെ വന്നിട്ടൊന്നും നമ്മൾ കണ്ടിട്ടുമില്ല. പക്ഷെ ഞാനൊരു 1-2 മാസം കഴിഞ്ഞപ്പോൾ അവരെ നമ്പർ എൻ്റെ വിളിച്ചപ്പോൾ അവർ ഡൈവേഴ്സ് ചെയ്തിട്ടില്ല. അതാണ് ഒറ്റ മീറ്റിങ്ങിനെ വന്നിട്ടുള്ളൂ. അന്ന് ഒരു 10-15 ആളെ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞത്. അത് അന്ന് പങ്കെടുത്ത ആളുകളുടെ ജീവിതം പങ്കുവെച്ചപ്പോൾ അവർക്കെന്തോ മനസ്സിലായി, അത്രേ പറയാൻ പറ്റും. ആ പങ്കുവെക്കുന്നതിൻ്റെ അകത്തുള്ള എന്താ പറയുക, ഒരു ആത്മീയതയുണ്ട്. ഒരു വല്ലാത്ത ചില ആൾ അന്നൊക്കെ നല്ല മീറ്റിംഗ് ആയിരുന്നു. അന്നൊക്കെ ഉണ്ടായിരുന്ന മീറ്റിംഗ് ഒക്കെ നല്ല മീറ്റിംഗുകളാണ്. ഇന്നങ്ങനെ തന്നെ. അപ്പോ ഒരു അത്ഭുതമാണ്. ഇന്നും ആലോചിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിലപ്പോൾ ഒക്കെ ആലോചിച്ച് പോകാറുണ്ട്.
എന്തൊരു അത്ഭുതമാണ് അതൊക്കെ നടന്നത്. എന്താണ് അതിൻ്റെയൊക്കെ പുറകിൽ? അപ്പോൾ എന്താണ് സംഭവിച്ചുകൂടാതെ? അപ്പോൾ അത് പറഞ്ഞു തരുന്നത് നമ്മുടെ ആൽക്കഹോളിക് അനോണിമസിലൂടെ യാത്ര ചെയ്യുമ്പോൾ വളരെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥതയോടും കൂടിയിട്ട് ഇതിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിക്കും ഇത് നിരീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു ആത്മസന്തോഷം, തൃപ്തി, ജീവിതത്തിൽ ഒരു തൃപ്തി. എന്തിനും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം തൃപ്തിയാണ്. ഭക്ഷണം കഴിച്ചാൽ തൃപ്തി വേണം, മീറ്റിങ്ങിന് പോയാൽ തൃപ്തി വേണം, ഒരു കുടുംബത്തിൽ തൃപ്തി വേണം. എന്തിനും നമ്മൾ സന്തോഷിക്കുക എന്ന് പറയുന്നതിന്റെ പിറകിൽ ഒരു തൃപ്തി എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അമിതമായ ആഗ്രഹങ്ങൾ വെച്ചിട്ട്, പലതിനോടുള്ള ആഗ്രഹങ്ങൾ വെച്ച് വളരെ ലളിതമായ ആൽക്കഹോളിക് അനോണിമസ് പറയുന്ന ജീവിത രീതി, വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിത രീതി, അധികം മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി, അതിന് പറയും പണ്ടൊരു വാക്കുണ്ട്, കാമകാമിത്വം എന്ന് പറയും. കാമകാമിത്വം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവരെ അസൂയ, കാമം ഉണ്ടാക്കാൻ വേണ്ടി, അത് ആഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുക. ഒരു കാറ് വാങ്ങി അത് പോരാ, മറ്റുള്ളവരൊക്കെ ഒന്നും കൂടി വാങ്ങിക്കളയാം, എന്നിട്ട് മറ്റവരൊന്നും ഞെട്ടട്ടെ എന്നാണ്. വീടെടുക്കുമ്പം നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ എന്തും എടുക്കാം. ബാങ്കിൽ നിന്ന് ലോണും എടുത്ത് ആളുകളെ, നാട്ടിലുള്ള ആളുകളെ തേച്ച് ഞെട്ടിക്കാൻ പറ്റും. അവസാനം കുണ്ടിലാവും. അങ്ങനെയുള്ള ജീവിതം നയിക്കാതെ വളരെ കൃത്യമായിട്ട് വളരെ ആകർഷകമായ രീതിയിൽ, ഡ്രസ്സിങ്ങിലുള്ള ആകർഷണത്തല്ല, നമ്മളെ വാക്കിലും പ്രവൃത്തിയിലും നമ്മളെ നോട്ടത്തിലും പ്രകൃതത്തിലും, അതൊക്കെ അടക്കെ നമ്മളിൽ വരണമെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ആത്മീയമായ ഒരു അറിവും പ്രചോദനവും നമ്മുടെ ഉള്ളിൽ അതുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, നമ്മളെ വാക്കുകൾക്ക് ശക്തി ഉണ്ടാവും. മറ്റുള്ള ആളുകളെ ഉള്ളിൽ പ്രേരണ ഉണ്ടാക്കാൻ തക്കതായ ഒരു വാക്ക് ഉപയോഗിക്കാനുള്ള ശക്തിയും, ആ വാക്ക് നമ്മളെ ഉള്ളിൽ, നമുക്ക് ആ സ്ഥലം ഉണ്ടെങ്കിലേ നമുക്ക് ആ വാക്ക് ആ സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരും, അല്ലെ വരില്ല. നമുക്കിപ്പോൾ പ്രവർത്തിക്കാനെല്ലാം അറിയാം, പക്ഷെ അതിന് വേണ്ട സമയത്ത് അത് ഓർമ്മയിൽ വരണ്ടേ, ആ പ്രേരണയായിട്ട് വരണ്ടേ, എന്നാലേ അത് പ്രവർത്തിക്കും. ഇപ്പൊ നമ്മൾ കാണാറുണ്ട്, ആൽക്കഹോളിക് അനോണിമസിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുടിച്ചിട്ടാണ് ആളുകൾ വിളിക്കുന്നത്. നമ്മൾ എത്രയോ പ്രാവശ്യം പറയും വിളിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ കുടിക്കാൻ അതുകൊണ്ട് ആരെങ്കിലും കുറെ നമ്പറിനെ കൊടുത്ത് വിടും, ഇന്ന നമ്പറിൽ വിളിക്കണം, ആരെങ്കിലും ഒരാളെ, ഇല്ല ആരെങ്കിലും ഒരാളെ വിളിച്ചാൽ മതി. പക്ഷെ അയാൾക്ക് തോന്നുന്നില്ല, കുടിക്കാൻ പോകുമ്പോൾ തോന്നുന്നില്ല, കുടിച്ചു കഴിഞ്ഞാലാണ് തോന്നുന്നത്. അതുപോലെയാണ് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നതിനിടക്ക് നമ്മളെ ഉള്ളിൽ അതിന്റെ പ്രേരണ, അതിനൊരു തോന്നൽ ഉണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിൽ നമ്മളെ ഉള്ളിലത് ഉറക്കണം. ആ ഉറക്കുന്നതിനെയാണ് ആത്മീയത എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഉള്ളിൽ അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരേണ്ട രീതിയിൽ നമ്മളെ ഉള്ളിൽ അത് പ്രവർത്തിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മള് വണ്ടി ഓട്ടുന്ന ആളുകൾ വണ്ടി പോകുന്നത്, കാർ ഓടുന്നത് ആക്സിലേറ്റർ ചവിട്ടിയാലാണ്. അത് സ്പീഡ് പോകണമെങ്കിലും ആക്സിലേറ്റർ ചവിട്ടിയാൽ സ്പീഡ് പോയിക്കോളും. പക്ഷേ ബ്രേക്ക് ഉണ്ട് എന്ന ബോധമാണ് ഈ ആക്സിലേറ്റർ ചവിട്ടി മുന്നോട്ട് പോകാനുള്ള ധൈര്യം. ബ്രേക്ക് ഇല്ല എന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ ആക്സിലേറ്റർ ഉണ്ടായാലും വണ്ടി പോകില്ല, നമുക്ക് ചവിട്ടാൻ കഴിയില്ല. പറഞ്ഞു വരുന്നത് അതാണ് ആന്തരികമായിട്ട് ഉള്ള ഒരു വിശ്വാസം, ഒരു കാര്യം, ബ്രേക്ക് ഉണ്ട് എന്ന ഒരു ബോധം. അതുപോലെയാണ് ജീവിതത്തിൽ എല്ലാ കാര്യം. അതിൻ്റെ ഉള്ളിൽ പുറമേ കാണുന്ന എല്ലാ പ്രവൃത്തിയുടെയും ഉള്ളിലൊരു ബോധമുണ്ട്. ആ ബോധത്തിനെ ശക്തിപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ആത്മീയത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് സമയം ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു, അല്ലേ? രാജീവേട്ടാ തുടർന്നോളൂ, നമുക്ക് എടുക്കാം. അപ്പോ ഞാൻ അതെയാ, അത്രയൊന്നും പറയാനില്ല. പറഞ്ഞു വരുന്നത്, അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ചില കാര്യങ്ങൾ, അതിന് അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലെ, ആൽക്കഹോളിക് അനോണിമസ് നിരന്തരം യാത്ര ചെയ്യുക, നിരന്തരം നമ്മുടെ ഉള്ളിൽ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ ആൽക്കഹോളിക് അനോണിമസിന്റെ ഓർമ്മയുണ്ടായിരിക്കണം. ഞാൻ ഒരു ആൽക്കഹോളിക് അനോണിമസിന്റെ ഒരു എന്താ പറയണ്ടേ, ഒരു ഏകാരനാണ് എന്നുള്ള ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുക എവിടെയും ഏത് സമയത്തും. അതാണ് ഒരു ആൽക്കഹോളിക് അനോണിമസിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് കിട്ടേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിരന്തരം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ അകത്തുള്ള സത്യസന്ധത ഇതുമായി ചേർന്നിട്ട് എന്തിനേയും സ്വീകരിക്കാനുള്ള
ഒരു മാനസികാവസ്ഥ. സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പലതുണ്ട്. അതിനകത്ത് ഏറ്റവും ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു ഇതാണ് രോഗം വന്ന രോഗത്തെ സ്വീകരിക്കുക. വേറെ വഴിയൊന്നുമില്ല. നമ്മൾ രോഗത്തിനോട് നമ്മൾ ഒരാൾ ക്യാൻസർ വന്നു, നമ്മളിവിടുന്ന് ഇവിടെ പഠിച്ചതിനെ കൊണ്ട് ക്യാൻസർ മാറുന്നില്ല. അതിനെ സ്വീകരിക്കുക, അതിനെ എന്താ വേണ്ടത് ചെയ്യുക എന്നല്ലാതെ അതിനെപ്പറ്റി ഭയപ്പെട്ടിട്ടോ, അതാണ് സ്വീകരിക്കുക എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തും ഒരു ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വരാം, ആ എല്ലാ പ്രതിസന്ധികളെയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ എന്താണ് മനഃശാന്തതയോടുകൂടി അതിനെ സമീപിക്കാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ആത്മാവ് ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നത് നമുക്ക് കിട്ടേണ്ടതും കിട്ടുന്നതും. അതിനകത്ത് പലരും നിൽക്കുന്ന ആളുകൾ എന്ന് ഞാൻ വിചാരിക്കുന്നത് അലക്കവാളിക്കാരാണ് മനസ്സിലൊക്കെ നിൽക്കുന്ന ആളുകൾ അതാണ് കിട്ടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തിനേയും ശക്തി കിട്ടും, അറിവ് കൊണ്ട് അതിനെ മാറ്റി നിർത്താൻ പഠിക്കുക. ഇപ്പോൾ പറഞ്ഞ പോലെ ആളുകൾ മരിക്കും. ഞാനൊക്കെ പണ്ടൊക്കെ ഒരാൾ അടുത്തുള്ള ആൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പുണ്ടാവില്ല. പിന്നെ കുറേ കാലത്തേക്ക് ഞാൻ വളരെ അസ്വസ്ഥനായിരിക്കും. പിന്നെ മരണഭയവും, ഞാനിപ്പം മരിച്ചു കൂടി എന്നുള്ളൊരു ഭയം ഉണ്ടാവും. അപ്പം ഞാനിത് വേറൊരാളോട് പറഞ്ഞപ്പോൾ കുറേ മുമ്പാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, മരണത്തിന് ഭയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ജനിച്ചാൽ മരിക്കും, കൂടെയുള്ള ആൾ മരിക്കും, നമ്മളും മരിക്കും, അതിനെ ഭയപ്പെട്ട്. അദ്ദേഹം പറഞ്ഞ കുറേ വാക്കുകളുണ്ട്, അതുപോലെ എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ആ മരണഭയം ഉണ്ടായിട്ടില്ല. ഒരു അത്ഭുതമാണ്. ഞാൻ മറ്റെനിക്ക് പറഞ്ഞാൽ ഒരു ദൂരെ പേപ്പറിൽ ആൾ മരിച്ച കഴിച്ചാൽ മതി, എനിക്ക് പിന്നെ അസ്വസ്ഥനായി, ഞാനിങ്ങനെ ഭയപ്പെട്ടിരിക്കും. പിന്നീട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അറിവ് ഒരു വല്ലാത്ത ഒരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. അപ്പോൾ ഏത് കാര്യത്തിനും ഒരു എന്താ പറയണ്ടേ, ഇത്തരത്തിലുള്ള അറിവ് കൊണ്ട് നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ മാറ്റിയെടുക്കാൻ പറ്റിയത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പം 35 കൊല്ലമായി ഷുഗർ ഉണ്ട്. അപ്പോൾ ആദ്യകാലത്ത് എനിക്ക് ഷുഗർ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞാനൊരു 2-3 കൊല്ലം മരുന്നൊന്നും കുടിച്ചിട്ടില്ല, ഗുളികയൊന്നും കഴിക്കാറില്ല. ഞാൻ എനിക്കത് എൻ്റെ സുഹൃത്തുക്കളോടും കണ്ടുപിടിക്കുന്ന സമയത്താണ് എല്ലാവരോടും പറയുമോ, എനിക്ക് ഷുഗർ ഉണ്ട്, പക്ഷെ ഞാൻ ഗുളികയൊന്നും കഴിക്കില്ല, ഞാൻ ഭയങ്കരമാണ്, എന്തോ ഗുളിക കഴിക്കാണ്ടിരിക്കുന്നത് എന്തോ ഒരു വലിയ എൻ്റെ കഴിവാണ് എന്നുള്ളതാണ് ഞാൻ അന്ന് മനസ്സിലാക്കി വെച്ചത്. അപ്പോൾ ഞാനിത് പറയുകയും ചെയ്യും. എല്ലാവരും കള്ളനെ കുടിക്കുമ്പോൾ എല്ലാവരോടും പറയും, ഞാനൊക്കെ ഷുഗർ ഉണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ഗുളിക കുടിക്കില്ല, ഇതെന്തോ വലിയ ഒരു സംഗതിയാണെന്ന്. പക്ഷെ പിന്നീട് എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ഉണ്ടായിരുന്നു, അയാളെ ഞാൻ കാണിച്ചിട്ട് ഞാൻ അയാളോട് ഇതേ വാക്ക് തന്നെ ഉപയോഗിക്കും. ഞാൻ കുറേ ആയപ്പോൾ, പക്ഷെ ഞാൻ ഗുളികയൊന്നും എനിക്ക് വേണ്ട, ഗുളികയൊന്നും എനിക്ക് കഴിക്കട്ടെ. അപ്പൊ അയാളാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ ഒരു സുഹൃത്താണ്, എന്നോട് നീ ഗുളിക കഴിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നാ ഉദ്ദേശിക്കുന്നത്? അല്ല ഒന്നാമത്തെ വലിയ പ്രശ്നം, എന്നാലും വേറെ എനിക്ക് പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ സാധാരണ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അയാൾ പിന്നീട് എന്നോട് പറഞ്ഞു, ഈ ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അയാൾ അതിനൊരു വിശദീകരണം, ബ്ലഡിൽ ഷുഗർ ഇത്രയേ ഉണ്ടാവുള്ളൂ, അത് ഇപ്പൊ ബ്ലഡിൽ ഇത്രയാ ഉള്ളത്, അത് പോകെ പോകെ എന്താ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും നേരിയ ഞരമ്പിൽ ഇത് ബ്ലോക്ക് ആവും. ഏറ്റവും നേരിയ ഞരമ്പുള്ള 3 സംഗതിയാണ് ഉള്ളത്. ഒന്ന് കണ്ണിൻ്റെ അകത്താണ്, കണ്ണിൻ്റെ അകത്ത് ബ്ലോക്ക് വന്നാൽ നമ്മുടെ കണ്ണ് കാണൂല. പിന്നെ ഒന്ന് കിഡ്നീൻ്റെ മേലെയുള്ള ആ കിഡ്നിയിലാണ് ഏറ്റവും നേരിയ നെർവ്സ് ഉള്ളത്, അവിടെ ചിലപ്പോൾ കിഡ്നി അടിച്ചു പോകും. അല്ലെങ്കിൽ ഹാർട്ടിന്റെ മേലെയുള്ള ആ മാംസത്തിന് മേലെയുള്ള നേരിയ ഞരമ്പുകൾ ഇതിൽ ബ്ലോക്ക് ആവും. ഇത് 3 കിഡ്നി, കണ്ണ്, ഹാർട്ട്, ഇത് 3 അടിച്ചു പോകാൻ സാധ്യതയിട്ട് ഇന്നതാണ് കാരണം, ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് അത് ബോധ്യമായി. പിന്നെ ഇന്ന് വരെ ഈ 35 കൊല്ലം ഞാൻ ഗുളിക കഴിച്ചത് ജീവിച്ചത്. അതിനകത്ത് ഇടക്കാലത്ത് പ്രകൃതി ചികിത്സയൊക്കെ നടത്തിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പറഞ്ഞു വരുന്നത്, അതുപോലെ ഒരാൾക്ക് ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് അത് പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കാതിരുന്നിട്ടില്ല. എവിടെ പോയാലും എവിടെ യാത്ര ചെയ്യുമ്പം ആദ്യം ബാഗിലെടുത്ത് വെക്കുന്നത് ഷുഗറിന്റെ മരുന്നുകളാണ്. പറഞ്ഞു വരുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു അറിവ് നമ്മളെ പിന്നീട് ഏത് സമയത്തും നമ്മളെ ഓർമ്മയിൽ അത് പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കേണ്ട വിധത്തിലുള്ള ഒരു അറിവായിട്ട് നിൽക്കുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആത്മീയ. അതായിരിക്കണമെന്നും നിങ്ങൾ വിചാരിക്കേണ്ടത് എൻ്റെ രീതിയിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ നടന്ന വേറൊരു സംഭവമാണ്, ഒരു 10-25-20 കൊല്ലം മുമ്പെല്ലാം നമ്മുടെ നാട്ടിലൊക്കെ മാറ്റഡോർ വണ്ടികളാണ് കൂടുതൽ. വേറെ ഇന്ന് കാണുന്ന തരത്തിലുള്ള വണ്ടികളൊന്നും ഇല്ല. എനക്കും ഉണ്ടായിരുന്നു ഒരു മാറ്റഡോർ വണ്ടി. അപ്പോ
അപ്പോൾ ആ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയ വണ്ടികൾ ആക്സിഡന്റ് ആയിട്ട് പിന്നെ മംഗലാപുരം മുഹാമി ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും എൻ്റെ ഓർമ്മയിൽ തന്നെ 3-4 വണ്ടിയുടെ ആക്സിഡന്റ് ആയിട്ട് കുറെ ആളുകൾ മരിച്ച ഒരു ഇതിലുണ്ട്. അതിൻ്റെ അകത്ത് ഒരാൾ എൻ്റെ സുഹൃത്തായിരുന്നു, ഡ്രൈവർ. അദ്ദേഹം അത് മരിച്ചു എന്നായിരുന്നു, എന്നെ മരിച്ചുപോയി കുറച്ച് ദിവസം നേരത്തെ. ഞാൻ അദ്ദേഹത്തെ കാണാൻ ആടെ പോയപ്പോൾ എൻ്റെ ഉള്ളിൽ അദ്ദേഹം പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. മാറ്റഡോർ വണ്ടിയിൽ പോകുമ്പോൾ എനക്കെന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് നാലോ നേരിയ ഗ്ലാസ് പേപ്പറിന്റെ ഒരു സഞ്ചി എന്തോ സാധനം കൊണ്ടുവന്ന് അതെടുത്ത് അത് പെട്ടെന്ന് കാറ്റ് വന്നിട്ട് പുറത്തേക്ക് വന്ന് ഡ്രൈവറെ കണ്ണിലേക്ക് ബ്ലോക്കായിട്ട് അടങ്ങുന്നു. അങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത്. നീ ഇനി വണ്ടി ഓടുന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അത് എൻ്റെ ഉള്ളിൽ ഒരിക്കലും മറക്കാത്തൊരു കാര്യമാണ്. ഒരു മരണമൊഴിയായിട്ട് അതേ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം മരിച്ചുപോയി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഒരറിവ്. ഞാൻ എൻ്റെ വണ്ടീൻ്റെ അകത്ത് ആരെങ്കിലും ഗ്ലാസ് പേപ്പറിന്റെ ഒച്ച കേട്ടാൽ പിന്നെ ഞാൻ വണ്ടി ഓട്ടില്ല. ഞാൻ അപ്പോൾ വണ്ടി സൈഡാക്കിയിട്ട് അടക്കും. ഇതെന്നാ എടുക്കുന്നത് അങ്ങനെ അത് അവിടെ ഉള്ളിൽ ചുരുട്ടി വെക്ക്, ഇപ്പോൾ എടുക്കാൻ പറ്റില്ല എന്ന് പറയും. അത് ആര് ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും ആരെയും ഞാൻ വണ്ടിയിൽ എടുക്കാൻ പോകില്ല. അന്നത്തെ ഇന്നങ്ങനെയാണെങ്കിൽ ഫുൾ AC-യിലാണ് പിന്നെ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. എന്നാൽ പോലും എൻ്റെ ആ ഉള്ളിൽ നിന്ന് ആ ഒരു അറിവ് ഞാൻ ആ ഗ്ലാസ് പേപ്പറിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ആ ഓർമ്മ വരും. പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുടെയും നമ്മൾ ഏതോ കാലത്ത് കിട്ടിയ അറിവുകളാണ് നമ്മൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ പ്രവർത്തിപ്പിക്കുന്നത്. ഇത് നമ്മൾ ഏതിലും നമ്മൾ പറയുമ്പോൾ നമ്മളൊരു ആൽക്കഹോളിക് കണ്ടു ഇതിൽ തന്നെ ആത്മീയത തന്നെ ഒരു നെഗറ്റീവ് വശം കൂടിയുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരാളെ ആൽക്കഹോളിക് അനോണിമസ് വന്ന ഒരാളെ കുടി നിർത്താതിരിക്കാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് പോലെ തന്നെ നമ്മുടെ വാക്കിൻ്റെ അകത്ത് വരുന്ന ചില തകരാറുകൾ ആളുകളെ കുടിക്കാൻ പ്രേരണയാക്കും. ചില ആളുകളൊക്കെ മീറ്റിങ്ങിൽ പറയുന്നത് കേട്ടോ, ഒരാൾ എന്നോട് പറഞ്ഞതാണ്. അയാളുടെ ഷെയറിങ്ങിൽ ഒരാഴ്ച മുമ്പേ കുടിച്ച ആളാണ്. അയാൾ മീറ്റിങ്ങിൽ വന്നിട്ട് പറയുന്നത് അയാൾ കുടിച്ച ഗ്ലാസ് വെച്ചു, അത് നൊര വന്നു, ഞാൻ മറ്റേത് വെച്ചു, അങ്ങനെയായി. അപ്പൊ കുടി നിർത്താൻ വന്ന ആദ്യ അത് കുടിക്കാനുള്ള പ്രേരണയാണ് അയാൾക്ക് ഉണ്ടായത്. അയാൾ എന്നോട് പറഞ്ഞു, മാഷെന്ന് ആള് ഇങ്ങനെ പറഞ്ഞപ്പോ ആണ് എനിക്ക് അത് വീണ്ടും കുടിക്കണം തോന്നിപ്പോയി. പറഞ്ഞു വരുന്നത് നമ്മൾ ഈ വളരെ ഈയുടെ മീറ്റിങ്ങിലായാലും ഈ ആത്മീയത എന്ന് പറയുന്നതിന്റെ നേരെ ഇത് നെഗറ്റീവായിട്ട് പ്രവർത്തിക്കും. അത് പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മളെയൊക്കെ ജീവിതത്തിൽ. ഞാനൊക്കെ കുടിച്ചപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അതിന്റെ രോഗം കിട്ടിയിട്ടുണ്ട്. ആൾക്ക് സ്ഥിരം നടുവേദനയും തലവേദനയായിരുന്നു. ഞാൻ കുടി നിർത്തിയിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ അവളുടെ ആരോഗ്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആയിട്ടുള്ള ആത്മബന്ധം കൊണ്ട് നമ്മളുടെ ഓരോ നെഗറ്റീവും അവരിലും ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഗ്രൂപ്പിലും പ്രാധാന്യമുള്ളതാണ്, കുടുംബത്തിലും പ്രാധാന്യമുള്ളതാണ്. അറിവുകൾ നമ്മൾ അത് നെഗറ്റീവായിട്ട് അത് ഫലിക്കാതിരിക്കാൻ പോസിറ്റീവായിട്ട് ഫലിക്കുന്നത് പോലെ തന്നെ ഇതിനൊരു നെഗറ്റീവ് വശമുണ്ട് എന്നുള്ളതാണ് വളരെ വ്യക്തമായി മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു മീറ്റിങ്ങിന് വന്ന ഒരാളെ ഒരിക്കലും വേയിൽ വരാണ്ടിരിക്കാൻ കാരണമാകുന്ന രീതിയിലും നമ്മളെ പ്രവൃത്തി അവിടെ സാധ്യമാകും. അപ്പം അത് നമ്മൾ ആൽക്കഹോളിക് അഡിക്ഷനിലൂടെ കടന്നു ഓരോ വ്യക്തിയും വളരെയേറെ ശ്രദ്ധിക്കണം. ഇത് തന്നെ കുടുംബത്തിലും പല അറിവുകളുണ്ട്. അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. എൻ്റെ ജീവിതത്തിൽ നടന്ന എനിക്കിപ്പോൾ 65 വയസ്സായി. അപ്പോൾ എൻ്റെ ഭാര്യക്ക് 56 വയസ്സായി. അപ്പോൾ ഒരു 5 കൊല്ലം മുമ്പേ പിന്നെ എനിക്ക് ഭാര്യക്ക് പലപ്പോഴും എന്താ പറയണ്ടേ ശണ്ട കൂടും. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ അതിനകത്ത് പെട്ടെന്ന് ഒരു വിധത്തിലും ഒരു ദിവസം നമ്മൾ 2 പ്രാവശ്യമെങ്കിലും ഞാൻ ഏഴുള്ള സമയത്ത് തന്നെയാണ് പിന്നെ പ്രശ്നമാവും. അതൊക്കെ തന്നെ വളരെ അവസാനം മടുത്തു പോയി. ഇത് ഇങ്ങനെയാണെങ്കിൽ ജീവിക്കുക എന്ന് പറയുന്നത് രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഞാനത് ഒരു ഡോക്ടറെ കൊണ്ട് കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു സ്ത്രീകൾക്ക് 45 to 55 ഹോർമോൺസിലൊക്കെ ചേഞ്ച് ആകുന്ന ഒരു പ്രായമാണ്. ആ സമയത്ത് ഇതൊക്കെ കാണിക്കും. അത് അത്ര കാര്യമാണ്, കുറച്ച് കഴിയുമ്പോൾ. അത് പറഞ്ഞപ്പോൾ എൻ്റെ ദേഷ്യം മാറി. കാരണം എനിക്ക് മനസ്സിലായി അവൾക്ക് അവൾ ബോധപൂർവം ചെയ്യുന്നതല്ല, ഇതിന് ഇങ്ങനെ ഒരു ശാരീരിക പ്രശ്നമുണ്ട് എന്ന്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പകയായിട്ടാണ് അത് മാറുന്നത്. ഞാൻ അവളെ ഇതെന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഒരു തരം എന്താ പറയണ്ടേ ഒരു തരം പകയായിരുന്നു. പക്ഷെ അറിവ് അതിനിപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന ഒരു അറിവ് കിട്ടിയപ്പോൾ എൻ്റെ ആ മാനസിക മാറി. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ
പ്രത്യേകിച്ചിട്ടും നമ്മുടെ കുടുംബത്തിൽ ഭാര്യ, നമ്മുടെ ഏറ്റവും അടുത്ത ആൾ ഭാര്യ തന്നെയാണ്, മക്കളെക്കാട്ടി അടുത്ത ആൾ ഭാര്യ തന്നെയാണ്. അപ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടായിരിക്കും ഓരോ പ്രശ്നങ്ങളുള്ളത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. 20 വയസ്സുള്ള ഭാര്യയും 20-25 വയസ്സുള്ള ഭാര്യ ഭർത്താവും പോലെയല്ല 30-35 വയസ്സുള്ള ഭാര്യ. 45, 40, 50, 55, 60 എന്നെല്ലാം പറയുമ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവത്തിലും അവരുടെ ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ വലിയ മാറ്റങ്ങളുണ്ടാകും. അതൊക്കെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിനെ പറ്റിയിട്ടുള്ള അറിവ് നേടുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ജീവിതമൊക്കെ വളരെ സൂക്ഷ്മമായിട്ടും നല്ല രീതിയിലും, അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള നമുക്കത് അറിയില്ല എങ്കിൽ നമ്മൾ വല്ലാണ്ട് നമ്മൾ ഈ കുടിക്കാതിരുന്ന് നമ്മൾ വീണ്ടും എല്ലാ കാര്യം ചെയ്തിട്ടും നമ്മളോട് ഇത്തരത്തിലാണ് പെരുമാറുന്നതെന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ വല്ലാണ്ട് അസ്വസ്ഥരാവുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും, പലതരത്തിലുള്ള അറിവുകൾ നമ്മൾ അത് മീറ്റിങ്ങിലും പങ്കുവെക്കണം. ഞാനൊക്കെ ഈ കാര്യങ്ങളൊക്കെ മീറ്റിങ്ങിലൊക്കെ സ്ഥിരമായി പങ്കുവെക്കുന്നത്. അത് ചില ആളുകൾക്കൊക്കെ അത് വലിയ ഇത് എൻ്റെ ഭാര്യയ്ക്ക് വലിയ പ്രശ്നമാണ്, ഇപ്പോൾ ഞാനും വല്ലാത്ത പുരുഷൻ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ പങ്കുവെക്കപ്പെടുമ്പോൾ അതിൻ്റെ പ്രയാസം കുറയുകയും ചെയ്യും, അതിനൊരു ഉത്തരം കിട്ടുകയും ചെയ്യും. ഇതൊക്കെ തന്നെയാണ് ആൽക്കഹോളിക് അനോണിമസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത്. കൂടുതൽ പറയുന്നില്ല. എന്നെ ഇതുവരെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എല്ലാം എല്ലാ കാര്യത്തിലും അഭിപ്രായം ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. എനിക്ക് എൻ്റെതായ രീതിയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ഷമിക്കുക. അതുപോലെ തന്നെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. നന്ദി രാജീവേട്ട, നമ്മുടെ കൂടെ ഇത്രയും നേരം ഈ വിഷയത്തെ കുറിച്ചിട്ട് സംസാരിച്ചതിൽ, ആത്മീയതയുടെ പ്രാധാന്യം സുബോധത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിൽ. സുഹൃത്തുക്കളെ, ഈ വിഷയത്തോടനുബന്ധിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമോ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഈ സമയം ഉപയോഗിക്കാവുന്ന അടുത്ത 20 മിനിറ്റോളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലാതെ ജനറൽ ഷെയറിംഗ് ആയിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വന്നിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. രാജീവേട്ടന് ഒരു നന്ദി പ്രകാശിപ്പിക്കാനും മുന്നോട്ട് വരാം. ഓക്കെ. സാജുവേട്ടാ, ഞാൻ പറയാം. ഞാനൊരു അമിത മദ്യപാനി, ഏഴ് സഹായത്തിൽ എന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് അലക്സ്. എല്ലാവർക്കും ഹായ്. ഹായ് അലക്സ് ഭായ്. ഹായ് ഹായ് ഹായ്. എനിക്ക് രാജീവനോട് ചോദിക്കാനുള്ള ഒരു കാര്യം ഇതായിരുന്നു. അതായത് നമ്മൾ ഈ സുബോധ ജീവിതത്തിന് മുന്നോട്ട് ആത്മീയത ആവശ്യമാണ്. അപ്പം അതായത്